ഹായ് ഫാസിലെ. അയ്യോ എന്റെ കയ്യില് ലിപ്സ്റ്റിക്കിന്റെ ഇങ്ങനെ ഉറങ്ങിയില്ലേ ഫാസിൽ? ഉറങ്ങിയില്ലടാ. അപ്പൊ പറയാൻ വന്നത് എന്താന്ന് വെച്ചാല്, എനിക്ക് എന്റെ ലൈഫില് ഞാൻ എന്റെ കൂടെ കൂട്ടുന്ന ആൾക്കാരെയൊക്കെ ഒരുപാട് ഞാൻ സ്നേഹിക്കും. എങ്ങനെ സ്നേഹിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയാൻ വാക്കുകളില്ല. അതുപോലെ കൊണ്ടു നടക്കും. അപ്പൊ ഈ കൊണ്ട് നടന്നിട്ട് അവസാനം നമുക്ക് തേപ്പാണ് എന്ന് തിരിച്ചറിയുന്നൊരു നിമിഷം വരും. ആ നിമിഷം വരുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? അത് വിട്ടിട്ട് നമ്മള് ബുദ്ധിപരമായിട്ട് നീങ്ങുക എന്നുള്ളൂ, അല്ലേ? എന്റെ പുറകെ വന്ന് ദയ ഇങ്ങനെയാണത്രേ, ദയ അങ്ങനെയാണത്രേ. ഞാൻ തന്നെ പറയുന്നു, ഞാൻ ശരിയല്ല, ഞാൻ അത്ര വെടുപ്പല്ല, ഞാൻ നല്ല പുണ്യാളിത്തിയല്ല. ഫാസിലിന്റെ കാര്യം തന്നെ എടുത്തു പറയാം. ഫാസില് എനിക്ക് ഒരു ഫേസ്ബുക്കിലായിട്ടാണ് പരിചയപ്പെട്ടത്. അപ്പം അതേപോലെ തന്നെയാണ് എനിക്ക് ലക്ഷ്മിനെ പരിചയപ്പെട്ടു, ഓൺ പോയിന്റ് എന്ന് പറഞ്ഞ പ്രിയനെ പരിചയപ്പെട്ടു. എല്ലാവരുടെയും ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, ഈ സോഷ്യൽ മീഡിയയിൽ കണ്ട് അങ്ങനെ പരിചയപ്പെട്ട് അങ്ങനെ നമ്പർ കിട്ടി. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി, ഞങ്ങൾ ഒന്നിച്ച് ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി സംസാരിച്ചു. അതിന്റെ ഇടയിൽ ആരൊക്കെയോ എവിടേക്കോ വിട്ടുപോയവരിപ്പോ ഞാൻ ഇവിടെ ദുബായിലാണ് നിൽക്കുന്നത്. ഓരോരോ ദിവസവും വാടക കാശും റൂമിന്റെ റെന്റ് മാത്രമല്ല, മനുഷ്യനായിട്ട് ഇവിടെ നിൽക്കണമെങ്കിൽ പോലും നമ്മൾ വാടക കൊടുത്തുകൊണ്ടിരിക്കണം. വിസ അല്ലേ? ആ വിസയുടെ ഒരു ഇതിൽ നിൽക്കുമ്പോൾ നമ്മൾ അതിന് ഇമ്പോർട്ടന്റ് കൊടുക്കണം. നാട്ടിലാവുമ്പോൾ പട്ടിണി കിടന്നാലും റൂമിൽ കിടന്നുറങ്ങാന്ന് പറയാ. അതുപോലും അല്ല ഇവിടുത്തെ അവസ്ഥ. അപ്പൊ ഞാൻ എന്റെ തിരക്കുകളായിട്ട് അങ്ങനെ മുന്നോട്ട് പോയി. അപ്പൊ ഒരുപാട് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമുക്ക് ചങ്കായിട്ട് നിൽക്കുമ്പോ, നമ്മള് ഫ്രണ്ടായിട്ട് നിൽക്കുമ്പോ ഒരുപാട് ഉപകാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു വിട്ടുണ്ടാവും, അല്ലേ? ഒരു സുപ്രഭാതത്തിൽ എന്തെങ്കിലും ഒരു പേരിൽ തെറ്റി പിരിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അടി കൂടെ ആപ്പ് വെക്കുക എന്ന് പറഞ്ഞാൽ എത്ര മനസാക്ഷി ഇല്ലാത്ത ഒരു കാര്യമാണെന്ന് ഞാൻ പറയും. ഇപ്പൊ ഫാസിലിന്റെ അടുത്ത് തന്നെ ഈ പുള്ളിക്കാരത്തിന്റെ പേജ് ഒന്നും ഒരു റീച്ചും ഇല്ലാതെ നിൽക്കുന്ന ഒരു സമയം ഉണ്ടായിട്ടുണ്ട്. ഈ ഓൺ പോയിന്റ് പറഞ്ഞ എനിക്ക് അതിന്റെ സംസാരം കണ്ടാലേ എനിക്ക് പിടിക്കത്തില്ല. ഉള്ള കാര്യം പറയാലോ. പത്തനാപുരം MLA എന്ന് പറയുന്നതിന് പത്തനംതിട്ട എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ട് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാനായിട്ട് ഞാൻ സ്വകാര്യമായിട്ട് ഞാൻ എന്ത് ചെയ്തു, നിങ്ങൾക്ക് അടി കൂടെ കമന്റ് വരുന്നുണ്ട്, നിങ്ങൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡിലീറ്റ് ചെയ്യില്ല. എന്റെ വീഡിയോയ്ക്ക് പ്രാധാന്യം, അതിന്റെ വാക്കുകൾക്കല്ല എന്ന് പറയണം. പമ്പര വിഡ്ഢിയാണെന്നേ ഞാൻ പറയത്തു, പമ്പര വിഡ്ഢി എന്നേ പറയത്തുള്ളൂ. ഞാനൊരു സൗഹൃദത്തിന്റെ പേരിൽ ഓടിപ്പോയിട്ട് വാട്സപ്പിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ 2 ജില്ല ഇങ്ങനെ 2 പേര് പറഞ്ഞു, പത്തനംതിട്ട പത്തനാപുരം എന്നാ പറയേണ്ടതെന്ന് പറയും. അതിന് എന്റെ വീഡിയോയ്ക്ക് ഞാൻ ഇമ്പോർട്ടന്റ് കൊടുക്കണം, എന്റെ വാക്കുകൾക്കല്ലാന്ന്. മനസ്സിലായ? പിന്നെ ഇന്ന് സുരേഷ് ഗോപി സാറിന്റെ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. അതിനകത്ത് വളരെ വിഡിത്തമായിട്ടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. എന്തെന്നറിയോ? ഇന്ത്യ ഭരിക്കുന്ന സുരേഷ് ഗോപി സാറെന്ന്. സുരേഷ് ഗോപി സാറാണോ ഭരിക്കുന്നത്? എനിക്ക് അറിയാണ്ട് ചോദിക്കുക. ഇത്രയും വിവരം കേട്ട ഒരു സാധനത്തിന് ഞാൻ കണ്ടിട്ടില്ല. ആ വീഡിയോയിലുണ്ട്, ലൈവ് പോയ ഒരു വീഡിയോ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഇന്ത്യ ഭരിക്കുന്ന സുരേഷ് ഗോപി സാർ വല്ലാത്ത അതിനെന്നെ അറിയില്ല അതെന്താ പറയണെന്ന്. അപ്പോ ഇങ്ങനെ ഒരു വിവരം കേട്ട വിവരദോഷി എന്ന് വേണമെങ്കിൽ പറയാം. ആ വിവരദോഷി പോയിട്ട് ഫാസിലിന്റെ അടുത്ത് പോയി പറഞ്ഞു, എന്റെ കുറെ വീഡിയോ എടുത്ത് നീ നിന്റെ യൂട്യൂബിൽ കൊണ്ട് വലത്തെന്ന് പറഞ്ഞു. പാവ അതാണെങ്കിലോ കേട്ട വാതി കേൾക്കാത്ത പടി. ഫ്രണ്ടല്ലേ നമ്മൾ ചെയ്യുക, ഉപകാരം ചെയ്യുക, നമുക്കൊന്നും ഛേദമില്ലാത്തൊരു ഉപകാരം അല്ലേ എന്ന് പറഞ്ഞ് അതിന്റെ വീഡിയോ അത് പറഞ്ഞിട്ടാട്ടോ കൊണ്ടിട്ടിരിക്കുന്നത്. അത് പറഞ്ഞിട്ട് യൂട്യൂബ് കൊണ്ടിട്ട് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു സുപ്രഭാതത്തിൽ ഇവര് ഇത് എപ്പോ നോക്കിയാലും ഇതിന്റെ വീഡിയോ ഷെയർ ചെയ്യണം പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഇപ്പൊ ഫാസിലിന്റെ കാര്യം നോക്കണ്ടേ? വീട്ടുകാര്യം നോക്കണം, കുടുംബം നോക്കണം, അതിന്റെ ഇടയിൽ വീഡിയോ ചെയ്യണം, അതിന്റെ ഇടയിൽ ഇപ്പൊ പെരവണി അങ്ങാണ്ട് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു എന്നോട്. അതൊക്കെ പറയുന്നത് ഞാനൊരു നല്ലൊരു സുഹൃത്തായിട്ടാട്ടോ, ഫാസിലിന്റെ നല്ലൊരു സുഹൃത്തായതുകൊണ്ട് വാട്സപ്പിൽ വന്നിട്ട് എനിക്കൊരു പെരവണി നടക്കുന്നുണ്ട്, അങ്ങനെയാണ്. അപ്പൊ ആ ഒരു തിരക്കിന്റെ ഇടയിലാണ് ഇതൊക്കെ. അപ്പൊ മിനിറ്റിന് വീഡിയോ ഒരു ദിവസം 4-5 വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് എല്ലാം ഷെയർ ചെയ്ത് പറയാനായിട്ട് എന്താണ് ഫാസിലിന്റെ എന്താ വേറെ ആരെങ്കിലും ആണോ ഇത്? എവിടെയോ കൊടുക്കണം ഈ സ്ത്രീ. അപ്പൊ ഒരു ദിവസം അങ്ങനെ അതിന് സമയമില്ല, ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ള ഒരു ഇതില്ല. പിന്നെ പുള്ളിക്കാരിക്ക് അങ്ങ് ഇറിറ്റേറ്റ് ആയി തോന്നുന്നു. പിന്നെ എന്താണ്, ഞാൻ ഫാസിലിന്റെ ഫോട്ടോ എഡിറ്റ് ചെയ്ത് വെക്കുന്നത് പുള്ളിക്കാരിക്ക് കണ്ടുകൂടാ. എനിക്കറിയില്ല എന്താ കുരുപൊട്ടുന്നത്, എനിക്കറിയില്ല. എനിക്ക് ഫാസിൽ ഏതൊരു വീഡിയോ ഫാസിലിന്റെ ഫേസ്ബുക്കിൽ ഇട്ടാൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അവന് ഒരു 10 രൂപ കിട്ടട്ടെ, അല്ലെങ്കിൽ അവന് അത് റീച്ച് കിട്ടട്ടെ എന്ന് മാത്രമേ ഞാൻ ചിന്തിക്കുള്ളൂ. അതിപ്പോ ഫാസിലായാലും ശരി, ഇനി ഏതൊരു ഫ്രണ്ട് ആണെങ്കിലും അവർക്ക് നല്ലത് വരണമെന്ന് മാത്രമേ ഞാൻ ചിന്തിക്കുള്ളൂ. ഈ പുള്ളിക്കാരി കടന്ന് മേടുവാ. എന്നിട്ട് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ എന്നെ പറ്റി കുറെ കുറ്റങ്ങൾ ഇങ്ങനെ പറയണം.
അതാണ് ഇതാണ് മറ്റതാണ്. എനിക്ക് കുരുവോട്ട്. എനിക്ക് എന്തിനു കുരുവോട്ടണേ? ഈ ദുബായിൽ കിടന്ന് ഞാൻ പണിയെടുത്തിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് ഒറ്റയ്ക്ക് നിൽക്കുന്ന എനിക്ക് എന്തിനാണ് കുരുവോട്ടുന്നത്? പുള്ളിക്ക് ഇങ്ങനെ കുരുവോട്ടല്ലേ പുള്ളിക്കാരി ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക. എന്നിട്ട് അവസാനം ഇപ്പൊ എന്തായിന്ന് അറിയോ? ഇവര് തമ്മിൽ എന്തൊക്കെയോ മെസ്സേജ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിട്ടിട്ടുണ്ട്. അതൊക്കെ നമുക്കൊന്നും അറിയത്തില്ല. എന്തായാലും പുള്ളിക്കാരി പെട്ടെന്ന് തൃശ്ശൂര് കംപ്ലൈന്റ് കൊടുത്തു വിളി വന്നു. പോയി കഴിഞ്ഞിട്ടുള്ള കഥയാണ് നിങ്ങൾ കേൾക്കേണ്ടത്. പോയി കഴിഞ്ഞിട്ട് ഈ നിയമപാലകരെ എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ വിട്ട വോയിസ് മെസ്സേജ് പരാതി കൊടുത്തത് ഇത്രയാണ്. ഓൺ പോയിന്റ് എന്ന് പറയുന്ന പ്രിയ ഫാസിലിനെതിരെ പരാതി കൊടുത്തത് ഇത്രയാണ്. ഞാൻ സീക്രട്ട് ആയിട്ട് ചാറ്റ് ചെയ്ത കുറച്ച് ഓഡിയോ മെസ്സേജ് പുറത്ത് ലീക്ക് ഔട്ട് ആക്കി എന്നുള്ളത്. അത് ആരും കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഈ പ്രിയയും ഫാസിലും കൂടി സംസാരിക്കണ ഒരു ഓഡിയോ ക്ലിപ്പെങ്കിലും നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? പുള്ളിക്കാരി പോയിട്ട് പരാതി കൊടുത്തിരിക്കണം. അത് വീട്ടുകാരും അറിയാതെയാണ് പരാതി കൊടുത്തിരിക്കണം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. കാരണം എന്താണെന്നറിയോ? ആരെങ്കിലും ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഫേസ്ബുക്കിനകത്ത് ഞാൻ ഇന്ന ആൾക്കെതിരെ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എന്തായാലും പോസ്റ്റ് ചെയ്യും. ഈ പോസ്റ്റ് നിങ്ങൾ ആരെങ്കിലും കണ്ടോ? ഓൺ പോയിന്റിന്റെ ഫേസ്ബുക്കിൽ നിങ്ങൾ ആരെങ്കിലും കണ്ടോ? ഇല്ലല്ലോ. അതെന്താ കാണാത്തത്? അപ്പൊ ഭർത്താവ് അറിയാൻ പാടില്ല, വീട്ടുകാരെ അറിയാൻ പാടില്ല, നാട്ടുകാരെ അറിയുമ്പോഴേ രഹസ്യമായിട്ട് കൊണ്ടു കൊടുക്കണോ? അതിൽ തന്നെ കള്ളത്തരല്ലേ? പെരും കള്ളിയാണെന്നേ ഞാൻ പറയത്തുള്ളൂ. ഒരാള് പരാതി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് എല്ലാവരും അറിയണം. കാരണം തെറ്റില്ലാത്തവന് ഭയക്കേണ്ട കാര്യമില്ല. തെറ്റുള്ളവർക്കാണ് ആരും അറിയാതെ പോയിട്ട് ചെയ്യണത്. അതെന്തിനാണ് ആരും അറിയാതെ പോയി ചെയ്യണത്? എല്ലാവരും അറിയട്ടെ. ഞാൻ ഇന്ന ആളുടെ പേരിൽ കേസ് കൊടുത്തു, ഞാൻ ഇതാണ് അവസ്ഥ, ഞാൻ ഫാസിലുമായിട്ട് ഞാൻ കുറെ ചാറ്റ് നടത്തിയിട്ടുണ്ട്, അത് ഇങ്ങനെയുള്ള ചാറ്റുകളാണ് നടത്തിയത് എന്നാ പുള്ളിക്കാരിക്ക് പറയാൻ പറ്റാത്തത്? അപ്പൊ ആ പറയാൻ കൊള്ളില്ലാത്ത ചാറ്റാണോ ചെയ്തത് എന്നാണ് എന്റെ ചോദ്യം. അല്ലെ, ഞാൻ കേട്ടിട്ടില്ല പുള്ളിക്കാരിയും ഫാസിലും എന്താണ് പറഞ്ഞതെന്ന് നമ്മൾ കേട്ടിട്ടില്ല. പക്ഷേ പരാതി ഇതാണ്. ഞാൻ വിട്ട വോയിസ് ഒക്കെ പലർക്കും വിട്ടുകൊടുത്തു എന്ന് പറയാൻ പറ്റത്തില്ല. ഫാസിലിന്റെ വീട്ടുകാർക്ക് നോക്കാനുള്ള അർഹതയുണ്ട്. ഫാസിലിന്റെ ഫോണ് എന്താന്ന് വെച്ചാല് അത് അത്രയും വേണ്ടപ്പെട്ടപ്പോ ഭാര്യ ഉണ്ടെങ്കിൽ ഭാര്യയ്ക്ക് നോക്കാം. ഭർത്താവിന്റെ ഫോണ് ഭർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ നോക്കാം, അല്ലേ? അതിലൊരു രഹസ്യങ്ങളില്ല. ഭാര്യ കേട്ടിട്ട് അവര് തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായി ഈ പുള്ളിക്കാരി ഇങ്ങനെ പറയുക, അങ്ങനെ വിട്ടിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഇവരിന്റെ വോയിസ്? ആരെങ്കിലും ഈ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്ന, ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഇവരിന്റെ വോയിസ്? എന്നിട്ട് പുള്ളിക്കാരി കേസ് കൊടുത്തിട്ട് ആരിനെ കൊണ്ടൊക്കെ വിളിപ്പിച്ചു. അപ്പൊ ഫാസിലിന് നേരെ പോന്നുള്ള ഒരു രീതിയിൽ അവിടെ പോയി കഴിഞ്ഞിട്ട് പിന്നെ ഫാസിലിനോട് പറയുന്ന വർത്താനമുണ്ട്. വോയിസ് മെസ്സേജ് ലീക്ക് ഔട്ട് ആക്കി എന്നുള്ള പരാതിയിൽ എന്തിനാണ് അവിടെയുള്ള ആൾക്കാർ ദയവായിട്ടുള്ള ബന്ധം വിടണത് എന്ന് പറയണതിന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് ഒട്ടും മനസ്സിലാകാത്ത കാര്യം അത്. ഫാസിലിന്റെ അടുത്ത് ചോദിക്കുന്ന ചോദ്യം എങ്ങനെയാണ്? എവിടെ നിങ്ങൾ അങ്ങനെ വിട്ടിട്ടുണ്ടോ? ഇവരിന്റെ വോയിസ് വിട്ടിട്ടുണ്ടോ? ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഇത് ചോദിക്കാനുള്ള അർഹതയുണ്ട്. നിയമപാലകർക്ക് അത് ചോദിക്കാനുള്ള അർഹതയുണ്ട്. അല്ലാതെ ദയയായിട്ട് ഒരു ബന്ധവും പാടില്ല, അവള് പോക്ക് കേസ് കെട്ടാണ് എന്ന് ഏത് നിയമപാലകർക്കാണ് അത് പറയാനുള്ള യോഗ്യതയുള്ളത്? ഞാൻ പക്ക തരികടയാണെന്ന് ഇവര് കണ്ടോ? ഇവരാണോ എനിക്ക് എല്ലാം ഉണ്ടാക്കി തന്നത്? എനിക്ക് അറിയാൻ പറഞ്ഞിട്ടേക്ക. അപ്പോ ഇമാതിരിയുള്ള ഒരു പട്ടിഷോ കണ്ടു അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പട്ടിഷോ തന്നെയാണെന്ന് ഞാൻ പറയത്തുള്ളൂ. ദയയായിട്ട് ഒരു ബന്ധം പാടില്ല. ദയ വളരെ മോശപ്പെട്ട സ്ത്രീയാണ്, ഞാൻ മോശപ്പെട്ട സ്ത്രീയാണെന്ന് അവർക്ക് പറയാനായിട്ട് അവരാണോ എന്നെ മോശപ്പെട്ട സ്ത്രീയായിട്ട് തള്ളിവിട്ടത്? അല്ലേ ഞാൻ മോശപ്പെട്ട സ്ത്രീ എന്നുള്ള രീതിയിൽ എവിടെങ്കിലും ഒരു കേസിലോ എന്തിലെങ്കിലും പെട്ടിട്ടുണ്ടോ ഞാന്? ഇത്രയൊക്കെ പറയാനായിട്ട്? എന്നിട്ട് ഫോൺ ഹാക്ക് ചെയ്തിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയും പുള്ളിക്കാരനെ ഫാസിലിനെ വിട്ട് കഴിഞ്ഞിട്ട് പിന്നെയും വിളിപ്പിച്ചിരിക്കുക. ഇവർക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവർക്ക് ഇന്ന ആളുടെ വോയിസ് ലീക്ക് ഔട്ട് ആക്കിയോ എന്ന് മാത്രമേ ചോദിക്കേണ്ട അവകാശമുള്ളൂ. അതാണ് പരാതിയിൽ പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായോ? അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു വോയിസ് ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ മാത്രമാണ് കേസെടുക്കാനുള്ള അവകാശമുള്ളൂ. ഈ ഓൺ പോയിന്റ് എന്ന് പറയുന്ന പ്രിയയുടെ വോയിസ് ആരെങ്കിലും ഈ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഫാസിലിന്റെ ഫോൺ ചോദിക്കാനും അതിന് കേസെടുക്കാനും നിയമമുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പരാതിയിൽ അതാണല്ലോ പറഞ്ഞിരിക്കുന്നത്. വല്ലാത്ത ജാതി. പുള്ളിക്കാരി ഒറ്റയ്ക്ക് നൈസായിട്ട് വന്നിട്ട് അവന്റെ ഫോണും മേടിച്ച് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. പക്ഷെ ഫാസിലിന് അതിന് കിട്ടിയില്ല. ഒരു തലനാര ഇഴക്കി പുള്ളിക്കാരൻ നൈസായിട്ട് അങ്ങ് അതിന് എസ്കേപ്പ് ആയി എന്ന് പറയാനുള്ളൂ. പിന്നെ ഒരു കേസ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് അതിന് തക്കതായി ഒരു മെസ്സേജ് എന്തായാലും ഫോണിനകത്ത് വരും. അതിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് അറിയിക്കുക ഒക്കെ ചെയ്തു. അതൊന്നും അല്ല,
ആരെ കൊണ്ടൊക്കെയോ വിളിപ്പിച്ചു, എന്തൊക്കെയോ കാട്ടിക്കൂട്ടി. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. വളരെ മോശമായി പോയി, ചെറ്റത്തരാണെന്നേ പറയത്തുള്ളൂ ഈ ഒരു കാര്യത്തിന്. പിന്നെ ഞാൻ ആരുടെ കൂടെ ബന്ധം വെക്കണം, ഫാസിൽ ആരുടെ കൂടെ ബന്ധം വെക്കണം എന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കും. എനിക്ക് ഫാസിലിനെ ഇഷ്ടപ്പെട്ടു, നല്ലൊരു സുഹൃത്തായിട്ട് കൊണ്ടു നടക്കാൻ പറ്റണമെങ്കിൽ ഞാൻ അത് ജീവിത അവസാനം വരെ ഞാൻ കൊണ്ടുകൊടുക്കാം. അത് ഏത് ദേവേന്ദ്രൻ മുത്തുപെട്ടര് താഴത്തുനിന്ന് മുകളിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് വേണ്ടെന്ന് പറഞ്ഞാലും ഞാൻ സമ്മതിക്കത്തില്ല. അത് അവനും അങ്ങനെ തന്നെയാണ്. അതിലാരുടെ ഗുരു കൊട്ടിയിട്ട് കാര്യമില്ല. അപ്പൊ പുള്ളിക്കാരത്തേക്ക് വേണ്ടത് എന്താ? ആദ്യം ഇമ്പോർട്ടന്റ് ഈ ഓൺ പോയിന്റ് എന്ന് പറയുന്ന ഈ പ്രിയ എന്ന് പറയുന്ന കൃമികീടുണ്ടല്ലോ, പാഷാണത്തിൽ കൃമി എന്ന് പറയുന്ന ഒരു സാധനം മരുന്നനെ വന്നിട്ട് പോകുന്നത്. പത്തനംതിട്ടയും പത്തനാപുരം തിരിച്ചറിയാൻ പറ്റാത്തൊരു സാധനം ഉണ്ടല്ലോ, നിങ്ങൾ കണ്ടിട്ട്. പത്തനാപുരം MLA എന്ന് പറയുന്ന പത്തനംതിട്ട MLA എന്ന് പറയുന്ന ഇത് രണ്ടും തിരിച്ചറിയാൻ പറ്റാണ്ട് വീഡിയോ ആയിട്ടാണ് ഇമ്പോർട്ടന്റ്. ഞാൻ പറഞ്ഞ വാക്കുകളോടല്ല എന്നാണ് പറഞ്ഞത്. വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തു ഞാൻ എടുത്ത് കാണിച്ചത്. എനിക്ക് ആ വീഡിയോ ഇനി രണ്ടാമത് പിടിക്കാൻ വയ്യെന്ന്. അതുകൊണ്ട് ആ തെറ്റായ വാക്ക് അവിടെ കിടക്കട്ടെ എന്ന്. വല്ലാത്ത ജാതി. ഇതിന്റെയൊക്കെ വീഡിയോ കണ്ടിട്ട് ഷെയർ ചെയ്യാൻ നിങ്ങളെ വേണം പഠിക്കും. പക്ഷെ ഷെയറൊന്നും ഇല്ല. ഷെയർ ചെയ്യുന്ന 2 വ്യക്തികളെ ഉണ്ടായിരുന്നുള്ളൂ, ഫാസിലും ദയയും മാത്രം. വേറെ ആരും ഉണ്ടായിരുന്നില്ല. ആ ഷെയർ ചെയ്തതിന്റെ ആ രീതിയിൽ പുള്ളിക്കാരത്തേക്ക് ഇപ്പൊ ഒരു പരസ്യമായി, അതായി ഇതായി കുറച്ച് റീച്ച് കിട്ടി. ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഒരിടയ്ക്ക് തിരുപ്പതിയിൽ എവിടേക്ക് അങ്ങോട്ട് പോയി മൊട്ടയടിച്ചിട്ട് കളിയാക്കിയ ലസിതന്റെ മൂടും താങ്ങിയിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത്. ലസിത 3 പേജ് ഉണ്ട് ലസിതയ്ക്ക്. ഏതെങ്കിലും ഈ ഓൺ പോയിന്റ് ഒരു വീഡിയോ ഏതെങ്കിലും ഒരു പേജിനകത്ത് ഷെയർ ചെയ്യണത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കുണുവാവിന്റെ കൂടെ എപ്പം അയ്യോ കുണുവാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കുണുവാവിന്റെ കൂടെ അവള് റിയൽ എസ്റ്റേറ്റ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ ഒഴിച്ച് അടിയിൽ കമന്റ് കുണുവാവിന്റെ. നമുക്കൊന്ന് നോക്കിയാലോ. ഈ കമന്റ് ഇടാൻ വേണ്ടി മാത്രമേ ലസിതനെ കിട്ടുള്ളൂ. ലസിത ഒരിക്കലെങ്കിലും ഈ ഒരു ഓൺ പോയിന്റിന്റെ ഒരു വീഡിയോ എങ്കിലും ഷെയർ ചെയ്ത് കാണിക്കട്ടെ, സപ്പോർട്ട് ചെയ്ത് കാണിക്കട്ടെ. വല്ലാത്ത ജാതി എയ്യടാ. എന്നിട്ട് അങ്ങ് ഉണ്ടാക്കുക തന്നെ കിടന്നിട്ട്. അയ്യോ ലസിത ഞാനും കൂടി ഇനി ഒന്നാവത്തൊന്നുമില്ല. കാരണം എന്ന് വെച്ചാല് പുള്ളിക്കാരി എന്റെ പേരിൽ കേസ് കൊടുത്തില്ല. എന്ത് കേസ്? ഫാസില് കറക്റ്റായിട്ട് അവന്റെ വീടിന്റെ പരിസരത്തുള്ള സ്റ്റേഷൻ പരിധിയിൽ പോയിട്ട് ചോദിച്ചപ്പോ അവര് പറഞ്ഞ കാര്യം എന്താന്ന് വെച്ചാൽ യൂട്യൂബ്, ഫേസ്ബുക്ക്, സോഷ്യൽ മീഡിയ ഇങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു കേസും എടുക്കത്തില്ല എന്ന് പ്രത്യേകം പറഞ്ഞു എന്ന് ഫാസിൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ രണ്ടാമത് വ്യക്തിഹത്യ ചെയ്യുക എന്നുള്ള രീതി അത് അത്രയ്ക്കും അവർക്ക് ബോധ്യപ്പെട്ടാന്ന് മാത്രം. ഞാനിപ്പോ പരാതിയായിട്ട് പോകണം, ഇന്ന ആളെ എന്നെ വ്യക്തിഹത്യ ചെയ്തു എന്ന് ഞാൻ പറയുവാണെന്നുണ്ടെങ്കിൽ അവര് കറക്റ്റായിട്ട് അവരിന്റെ വീഡിയോ നോക്കും, എന്റെ വീഡിയോ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടോ എന്നും കൂടി നോക്കും. അപ്പൊ ഈ ലസിത എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു കേസും ഒരാളും എടുക്കത്തില്ല. കാരണം എന്താന്ന് വെച്ചാൽ ലസിത എല്ലാവരെയും വ്യക്തിഹത്യ ചെയ്യുക. നിങ്ങളൊന്ന് ആലോചിക്കുക, ലസിത സകലവരെയും വ്യക്തിഹത്യ ചെയ്യുക, കുഞ്ഞു കുട്ടികളെ വരെ വ്യക്തിഹത്യ ചെയ്യുകയാണ്. എത്രയോ പോസ്റ്റുകള് ഫേസ്ബുക്കിലും പിന്നെ അതുപോലെ തന്നെ ചാനലുകളിലും ന്യൂസ് ചാനലുകളിലും ഇപ്പോഴും ലസിത പാലക്കൽ എന്ന് പറഞ്ഞ യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാല് ലസിത വ്യക്തിഹത്യ ചെയ്ത ആൾക്കാരുടെ ലിസ്റ്റുകൾ ഇങ്ങനെ പരപരാന്ന് വരും. ചെറിയ കുഞ്ഞു കുട്ടികളിനെ അതുപോലെ മുസ്ലിങ്ങളിനെ അങ്ങനെ ഒരുപാട് പേരെ നല്ലപോലെ വ്യക്തിഹത്യ ചെയ്ത് നന്നായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ എവിടെ കൊണ്ടുവെക്കും? പിന്നെ ഈ ഓൺ പോയിന്റ് എന്ന് പറയുന്നത് അതിന് തീരെ വെളിവില്ല. ഇന്ത്യ ഭരിക്കുന്ന സുരേഷ് ഗോപി സാറ്, ഞാൻ വേണമെങ്കിൽ അതിന്റെ ആ പറയുന്ന അത്രയും ഭാഗം വേണമെങ്കിൽ ഞാൻ കട്ട് ചെയ്തിട്ട് ഞാൻ ഇതിനകത്ത് പോസ്റ്റ്. ഇന്ത്യ ഭരിക്കുന്ന സുരേഷ് ഗോപി സാറാണോ ഭരിക്കുന്നത്? എനിക്കറിയില്ല സത്യസന്ധമായിട്ട് പറയാണ്. വല്ലാത്തൊരു വെളിവില്ലാത്തൊരു സാധനം പറയുള്ളൂ. വല്ലാത്തൊരു വെളിവില്ലാത്ത സാധനം. അതിന്റെ ലൈവ് കുത്തിരുന്ന് കാണുന്ന നിങ്ങളെ നമിച്ചു വല്ലാത്ത ജാതി. പിന്നെ എന്റെ പുറകെ വരുന്നത് ഇപ്പൊ എനിക്ക് പ്രണയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ അതില് ഏറ്റവും എനിക്ക് വൃത്തികേടായിട്ട് തോന്നിയത്, എനിക്ക് ഇങ്ങനെ ഒരുത്തനെ ഞാൻ കാണണ്ടായിരുന്നു എന്ന് തോന്നുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് അനൂപ് എന്ന് പറയുന്ന മേനോൻകാട്ടിൽ പറട്ട ഉണ്ണിനാറി. ഇവൻ ഇപ്പോഴും എന്റെ പുറകെ മണപ്പിച്ച് നടക്കാൻ ഉളുപ്പില്ലേന്നാ ഞാൻ ചോദിക്കണത്. ഒരുത്തിയെ കല്യാണം കഴിച്ച് അതിനെ വേണ്ടാന്ന് വെച്ചു, മകനെയും വേണ്ടാന്ന് വെച്ചു. അതെല്ലാം പോയിട്ട് അടുത്ത ഏതോ ഒരുത്തന്റെ ഭാര്യനെ കെട്ടിച്ചു കൊണ്ട് വന്നിട്ടുണ്ട്. അതിലൊരു കുട്ടിയുണ്ട്, കല്യാണം കഴിച്ചു കൊടുക്കാൻ പ്രായമുള്ള ഒരു കൊച്ചുണ്ട്. ഇതുമായിട്ട് അടങ്ങി ഒതുങ്ങി എവിടെങ്കിലും പോവാണ്ട് എന്റെ പുറകെ മണപ്പിച്ച് നടക്കാൻ ഇവന് ഒരു ഉളുപ്പില്ലേന്നാ ഞാൻ ആലോചിക്കണത്. പോയത് പോയി. നീ എന്തോരം മുങ്ങാങ്കുഴി ഇട്ടാലും ഞാൻ നിന്റെ കൂടെ തിരിച്ചു വരത്തില്ല. ഛർദിച്ച സാധനം വാരി തിന്നാറില്ല ഞാൻ. എനിക്ക് താല്പര്യമില്ല. മനസ്സിലായില്ലേ? വിട്ടുപോയി. ഇപ്പൊ ഒരു ബന്ധം വിട്ട് വിള്ളലായി പോയി കഴിഞ്ഞാൽ അതിങ്ങനെ ഏറ്റുകുട്ടി അത് മുളച്ചിരിക്കത്തുള്ളൂ. അതുകൊണ്ട് വിട്ടുപോയ സാധനത്തിന് ഞാൻ ഒരിക്കലും അത്
ഏച്ചു കൂട്ടാനോ ഛർദ്ദിച്ച സാധനം വലിച്ച്, നീ ഒരു ഛർദ്ദിച്ച സാധനം ഞാൻ പറയത്തുള്ളൂ. പരട്ട ഉണ്ണിയോട് എനിക്ക് പറയാനുള്ളത്, ഛർദ്ദിച്ച സാധനമോ നീ, അതിനെ എനിക്ക് വലിച്ചു വാരി തിന്നാൻ എനിക്ക് താല്പര്യമില്ല. നിനക്ക് നാണമാനം ഉളുപ്പില്ലായിരിക്കാം, പക്ഷെ എനിക്ക് ഇച്ചിരി ഉളുപ്പുണ്ട്, അതുകൊണ്ട് പറ്റില്ല. പിന്നെ രണ്ടാമത്, ഇത്രയേറെ എന്നെ കുത്തി നോവിച്ച നിന്നെ ഇനി ഞാൻ എന്ത് വിശ്വസിച്ചിട്ട് കൂടെ കൂട്ടണമെന്നാണ് ഞാൻ പറയണത്. ഇനി കൂടെ കൂട്ടിയാൽ നീ എന്നെ കൊല്ലും, മനസ്സിലായില്ലേ? അവസാന തട്ടകൈ നീ പ്രയോഗിക്കുന്ന എനിക്കറിയാം. അതുകൊണ്ട് എന്റെ പുന്നാരമുത്ത, നീ നിന്റെ ആ മറ്റേ കൂടെ ഇപ്പൊ ഏതോ ഒരുത്തന്റെ ഭാര്യനെ കെട്ടിക്കൊണ്ടു വന്നിട്ടില്ലേ, അതിനെ പൊന്നുപോലെ അങ്ങ് നോക്കിയിട്ട് എപ്പോഴും സ്റ്റാറ്റസ് ഇടലായിരുന്നു. അപ്പൊ കുറച്ചു ദിവസമായിട്ട് സ്റ്റാറ്റസും ഇല്ല, ഒന്നുമില്ല. നീ ഇടണം, സ്റ്റാറ്റസ് ഇടണം, അവളെ തലയിൽ വെച്ചിട്ട് അമ്മാനെ ഇടണം. ഇതൊക്കെയാണ് എന്റെ ഒരു എന്റെ ഒരു ആഗ്രഹം. കിട്ടിയത് എന്തായാലും ശരി. അത് കാക്കിക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറയാനുണ്ട്. അപ്പൊ നിനക്ക് കിട്ടിയ സാധനത്തിന് നീ തലോടി, നിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് അവരാണ് എന്നുള്ളത് വിശ്വസിച്ച് അവരെ കൈവിടാതെ, ഇനി അതും കൈവിട്ടിട്ട് വേറൊരുത്തരുടെ കൂടെ പോയി കഴിഞ്ഞാൽ നിനക്ക് ഇത് തന്നെ പണിയെന്ന് നാട്ടുകാർ പറയത്തുള്ളൂ, മനസ്സിലായില്ലേ? അപ്പൊ അത് കൈവിടാതെ നോക്കിയിട്ട് അങ്ങനെ അങ്ങ് പോകും. എന്റെ പുറകെ വരരുത്, എന്റെ പുറകെ വന്നാൽ നീ നാണം കെടുവുള്ളൂ. അതന്നെ ഞാൻ അറിഞ്ഞുകൊണ്ടാ പറയണത്. നീ ഇങ്ങനെ എന്റെ പുറകെ അടി കൂടെ പാര പണിയുണ്ട്, സ്ക്രൂ ഇട്ട് തുരുകുന്നുണ്ട് എന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഓൺ പോയിന്റ് എന്ന് പറയുന്ന ഈ പുള്ളിക്കാരി വളരെ വെടക്കാണെന്ന് പറഞ്ഞ വെടക്ക് എന്താ വെച്ചാൽ, അയ്യോ സഹായങ്ങൾ ഒരിക്കലും ഞാൻ മറക്കില്ല. സഹായങ്ങളോ നമ്മൾ പറയണമെന്നില്ലേ, നമ്മള് ഈ ഫ്രണ്ട്സ് ആയാലും ബോയ് ഫ്രണ്ട് ആയാലും ഗേൾ ഫ്രണ്ട് ആയാലും കൂടിയിരിക്കുന്ന സമയത്ത് ഒരു സ്നേഹം ഉണ്ടല്ലോ, ആ സ്നേഹം നമ്മള് പിരിയുമ്പോഴും മറക്കാതിരിക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ. പിരിയുമ്പോ മാത്രം എന്താ അവൻ എന്റെ ശത്രു, ഇവൾ എന്റെ ശത്രു എന്ന് പറയുന്നത് അത് വേണ്ട. പിരിയുമ്പോഴും നല്ല രീതിയിൽ അങ്ങ് പിരിഞ്ഞിട്ട് അവൻ അവന്റെ പാട്ടിന് പോട്ടെ, അല്ലെങ്കിൽ അവൾ അവളുടെ പാട്ടിന് പോട്ടെ, നമ്മൾ നന്നായിട്ട് ജീവിക്കുക. നമ്മൾ അങ്ങനെ വിചാരിക്കുമ്പോഴേ നമുക്ക് ദൈവം നല്ലത് തരും, മനസ്സിലായില്ലേ? കൂടെ ഇരിക്കുമ്പോ സ്നേഹിച്ചു നിന്നു, ഒരു സമയത്ത് ഒരു സുപ്രഭാതത്തിൽ വിട്ടുപോയി ആ സമയത്തും അങ്ങനെ തന്നെ ചിന്തിക്കണം. ഒരു സമയത്ത് ഞാൻ അവനെ സ്നേഹിച്ചതല്ലേ, ഒരു സമയത്ത് ഞാൻ അവളെ സ്നേഹിച്ചതല്ലേ. ആരെങ്കിലും കുറ്റമായിട്ട് പറഞ്ഞാൽ പോലും അതിന് താങ്ങാതെ അവൾ അവളുടെ പാട്ടിന് പോയി, ഞാൻ എന്റെ പാട്ടിന് പോയി, കഴിഞ്ഞു, കലാസ്, അവിടെ വെച്ച് നിർത്തുക. എന്തിനാണ് ശത്രുത കൊണ്ട് നടക്കണമെന്ന് ഞാൻ അറിയണം. പറ്റുവാണെങ്കിൽ രണ്ടു വാക്ക് നല്ലത് പറയാൻ നോക്കണം മറ്റുള്ളവരിനെ കുറിച്ച്. എന്തിനാണ് ഈ കെട്ടത് പറഞ്ഞിട്ട് വെറുതെ ഉണ്ടാക്കണത് എന്ന് ഞാൻ പറയണത്. ഇതുപോലെ കൂടെ നിന്ന് ചങ്കും ചങ്കായിട്ട് നിന്ന് കഴിഞ്ഞിട്ട് അവസാനം 8ന്റെ പണി അങ്ങ് കൊടുത്തിരിക്കുവാണ് വാസിലിന്. ആര് ഓൺ പോയിന്റ് എന്ന് പറയുന്ന പ്രിയ, പത്തനംതിട്ടയും പത്തനാപുരവും തിരിച്ചറിയാത്ത പ്രിയ, ഇന്ത്യ ഭരിക്കുന്നത് സുരേഷ് ഗോപി സാറാണെന്ന് പറഞ്ഞ പ്രിയ. ഒന്ന് കാണണം അതിന്റെ ലൈവ്. അതിനെന്നെ അറിയില്ല, എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. പല്ലാത്ത ജാതി, എന്ത് തോന്നിയ ദിവസം പറയും, ഉളുപ്പില്ലാതെ, കുറച്ച് ഉളുപ്പ്. ഞാൻ എന്നിട്ട് കണ്ടിട്ട് താടി കയറി. ഞാൻ തിരക്കായിരുന്നു, പാർലറിൽ നിന്ന് തിരക്കുള്ള സമയത്ത് ഞാൻ ചുമ്മാ ഒന്ന് നോക്കിയപ്പോ ഇന്ത്യ ഭരിക്കുന്ന സുരേഷ് ഗോപി സാറ്, വല്ലാത്ത ജാതി. കേട്ടിട്ടെ എന്തായാലും എത്ര പൊട്ടത്തിട്ട് പറഞ്ഞാലും വീഡിയോ ഡിലീറ്റ് ആക്കില്ല. കാരണം പറയുന്ന വാക്കുകളോടല്ല ഇമ്പോർട്ടന്റ്, വീഡിയോയ്ക്കാണ് ഇമ്പോർട്ടന്റ്. അത് എന്നോട് പറഞ്ഞിട്ടുള്ളതാ, പേഴ്സണലി വന്നിട്ട് പറഞ്ഞത്. ഞാൻ പറയുന്ന വാക്കുകളോട് ഞാൻ ഒന്നും പറയില്ല. എനിക്കത് പിന്നെ രണ്ടാമത് എടുക്കാൻ ബുദ്ധിമുട്ടാന്നേ, അതുകൊണ്ട് ഞാൻ എടുക്കൂല. അതുകൊണ്ട് എത്ര തെറ്റായ കാര്യം പറഞ്ഞാലും ഞാൻ അത് ഡിലീറ്റ് ചെയ്യൂല. അതാണ് അവസ്ഥ. പിന്നെ ഫാസിൽ എന്തൊക്കെയാണ് വിശേഷം? അപ്പൊ പറയാൻ വന്നത് എന്താ വെച്ചാല്, എന്തായാലും ഞാൻ ഒരാളെ എന്റെ ഒരു ചങ്കായിട്ട് കണക്ക് കൂട്ടിയിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഞാനിപ്പം കുറച്ചു നാളായിട്ട് ഫാസിലിന്റെ നല്ല നല്ല വീഡിയോസുകള്, പിന്നെ അതുപോലെ ഫോട്ടോസുകളും ഒക്കെ ഞാൻ ഇടുന്നുണ്ട്. അത് എന്റെ ഇഷ്ടമാണ് ഞാൻ ഇടുന്നത്, മനസ്സിലായില്ലേ? അതില് എനിക്കും കുഴപ്പമില്ല, ഫാസിലിനും കുഴപ്പമില്ല, ഫാസിലിന്റെ കുടുംബത്തിനും കുഴപ്പമില്ല, അല്ലേ? പിന്നെ ഇത് കാണുന്ന മറ്റുള്ളവർക്ക് എന്തിനാണ് കുരുവോട്ടം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ ഒരിക്കൽ ഒരു പോസ്റ്റ് ഇട്ടു, പാലക്കാട്ടുകാരനെ ഞാൻ കല്യാണം കഴിക്കുമ്പോൾ അപ്പ തന്നെ പ്രിയക്ക് കുരുവൊട്ടി. അപ്പൊ തന്നെ ഫാസിലിനോട്, അവളെന്ത് വന്നാലും നിന്നെയല്ലേ കല്യാണം. അല്ല, ഞാൻ ചോദിച്ചിട്ട്, ഈ ഫാസിൽ പറയുന്ന ഒരു വ്യക്തി മാത്രമാണ് പാലക്കാടുള്ളത്, വേറെ ആരും ഇല്ലേ? വല്ലാത്ത ജാതി. ഇങ്ങനെയുള്ള അവസ്ഥകളാണ് കാണുന്നത്. എന്തിനാണ് ഇങ്ങനെ ഇതാവണത്? എന്തായാലും എല്ലാവരോടും എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ സോഷ്യൽ മീഡിയയില് ചങ്കേ, കരളെ, മുത്തേ, മാണിക്കമേ, പവിഴമേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാർ കിണിങ്ങി വരും. ഓരോരുത്തരുടെ വീട്, ഇപ്പൊ എന്നെ ആയാലും ശരി, വാസലിനായാലും ശരി, മറ്റുള്ള ഒരു വ്ളോഗർ ആയാലും ശരി, അവരുടെയൊക്കെ വീഡിയോ കാണുമ്പോൾ അവർക്കൊരു ആരാധന തോന്നും. ആരാധന തോന്നിയിട്ട് ഒക്കെ ഇതുപോലെ മെസ്സഞ്ചറിൽ വരും. എന്നിട്ട് നൈസായിട്ട് പറയും, നമ്പർ തരുമോ എന്ന് ചോദിക്കും. അപ്പൊ നമ്മള് ആരാധനയാണല്ലോ, ഫാനാണല്ലോ, കൊടുക്കും. അങ്ങനെ വാട്സപ്പിൽ വരും. പിന്നെ കിണിങ്ങി അവരുടെ കാര്യം നടക്കാൻ വേണ്ടി, അവരുടെ ഫേസ്ബുക്ക് ചിലപ്പം
ഒന്ന് റീച്ച് കിട്ടാൻ വേണ്ടി ഈ റീച്ച് കിട്ടുന്ന ആൾക്കാരുടെ കാല് പിടിക്കും. കാര്യം കാണാൻ കഴുതാക്കാലും പിടിക്കാന്നൊരു ചൊല്ലുണ്ടല്ലോ, അതുപോലെ ഇങ്ങനെ വന്നിട്ട് അപ്പൊ അത് ഇങ്ങനെ നൈസായിട്ട് നിന്നെ അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞ പല രീതിയിലും നമ്മളെ അങ്ങ് ഉണ്ടാക്കാൻ നിൽക്കും. ആ ഉണ്ടാക്കുന്നതിൽ വീണിട്ട് നമ്മൾ പലതും അങ്ങ് പറഞ്ഞു പോയി കഴിഞ്ഞാൽ അവസാനം നമുക്കിട്ട് നല്ല താങ്ങും. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഫാസില് കൃത്യമായിട്ട് മനസ്സിലായ ഊണുമില്ല ഉറക്കവും ഇല്ലാണ്ട് ലോഡ്ജിൽ പോയിട്ട് കൊതുകടി കൊണ്ടിട്ട് മാന്തിച്ചൊരിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക. മനസ്സിലായില്ലേ? ആ ജാതി ഒന്നും വേണ്ട. നമുക്കൊരു വിലയുണ്ട്. നമ്മൾ എന്തിനാണ് ഇതിനകത്ത് ഈ സോഷ്യൽ മീഡിയ ഇപ്പൊ ഫാസിലാണെങ്കിലും ഞാനാണെങ്കിലും എന്റെ കാര്യം പറയണോ, ആ ഫാസിലിന്റെ കാര്യം പറയണോ, മറ്റുള്ളവരുടെ പോസ്റ്റ് ഇടുന്നു, കഴിഞ്ഞു. ഇതൊരു സോഷ്യൽ മീഡിയ എവിടെയോ കിടക്കണോ, നമ്മൾ എന്തിനാ അത് അറിയണത് എന്ന് പറഞ്ഞങ്ങ് പോയി നോക്കിയേ, ഒരു കുഴപ്പമില്ല. പിന്നെ ഫ്രണ്ട്സ് ആകാം, ഫ്രണ്ട്ഷിപ്പ് ആവാം, എല്ലാം ആവാം. പക്ഷെ അതിനൊക്കെ ഒരു പരിധിയുണ്ട്. ആ പരിധി വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാല് പലവിടെയും നമ്മള് തോറ്റുപോകും. നമ്മുടെ ജീവിതത്തിൽ പോലും എന്റെ അമ്മമ്മയായാലും എന്റെ മേമയൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഏതൊരു ബന്ധം ഉണ്ടെങ്കിലും ഉണ്ടല്ലോ ഒരുപാട് അടുപ്പിക്കരുത്. ഇത്ര അകലത്തേക്ക് മാറ്റി നിർത്തുക. അത് എത്ര വലിയ ബന്ധമാണെങ്കിലും ആ അകലം പാലിക്കുമ്പോണ്ടല്ലോ ആ അകലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ഒരുപാട് നാളത് ഫോളോ ചെയ്യാൻ പറ്റും. ആ ബന്ധം കൊണ്ടുപോകാൻ പറ്റും. ഒരുപാട് അടുത്തിട്ട് അങ്ങനെ എപ്പോഴും വിളിച്ചുകൊണ്ട് എപ്പോഴും സംസാരിച്ചുകൊണ്ട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ ബന്ധം പെട്ടെന്ന് ഇല്ലാണ്ടായി പോവും. അധികമായാൽ അമൃതും വിഷം കേട്ടിട്ടുണ്ടാ, അത്രയേ ഉള്ളൂ കാര്യം. അതുകൊണ്ട് ഒന്നും അധികമാകാതെ ഒരളവിന് ഒരു ലിമിറ്റിന് കൊണ്ടുപോകാൻ നോക്കുക. അങ്ങനെ നോക്കുമ്പോണ്ടല്ലോ ആ ജീവിതം സക്സസ് ആവും. എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണത്. അപ്പം ഈ ഒരു ഫാസില് എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു ഇതില് ഇപ്പൊ ഉണ്ടായ ഒരു സമയം അധികമായി. എന്തിനാണ് അധികം? അവരുടെയൊക്കെ വീഡിയോ ഷെയർ ചെയ്തിട്ട് ഇവൻ എന്ത് കിട്ടാനാണ്? അവൾക്ക് റീച്ച് ഉണ്ടാക്കിയിട്ട് ആ റീച്ച് അവൾക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അവസാനം അവന്റെ വൈഫിനോട് തന്നെ എന്തങ്ങോട്ട് പറഞ്ഞിട്ടായിന്ന് ഞാൻ കോപ്പിറൈറ്റ് അടിക്കുന്നു. പരിപാടി കഴിഞ്ഞേ. അതാണ് അവസ്ഥ. അവള് തന്നെ വീഡിയോ ഇടാൻ പറഞ്ഞിട്ട് കോപ്പിറൈറ്റ് അടിക്കുന്നു പറഞ്ഞു. അപ്പോഴേ ഞാൻ പറഞ്ഞു ഫാസിലെല്ലാം ഡിലീറ്റ് ആക്കിക്കോ, ഓടിക്കോന്ന്. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ കുണുവാവയായാലും ശരി, ഈ പറയുന്ന ഓൺ പോയിന്റ് ആയാലും ഇതിനെയൊക്കെ ഈ ഫാസിൽ ട്രോളുന്നത് കൊണ്ട് നല്ല രീതിയിലാട്ടോ ട്രോളുന്നത്. ഞാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അറിഞ്ഞാൻ പുറഞ്ഞെന്ന് പറഞ്ഞിട്ട് നല്ല കണക്കിന് ഞാൻ നല്ല പച്ച തെറി വിളിച്ച് പറഞ്ഞിട്ടെങ്കിൽ പറയും. ഇത് ഫാസിൽ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ആ ഒരു വീഡിയോ അവതരിപ്പിച്ച് അതൊരു ഭയങ്കര രസമായിട്ട് കണ്ടിരിക്കാൻ തന്നെ ഒരു രസമായിട്ട് അതൊരു എനിക്ക് പറയുന്നത് നല്ലൊരു കോമഡി ആയിട്ട് കൊണ്ടുപോയിട്ട് ട്രോളുന്ന അങ്ങനത്തെ ഒരു വീഡിയോ ആക്കി മാറിക്കഴിയുമ്പോൾ ഇതില് ഇവർക്കും ലാഭമാണ്. ഈ പറയുന്ന കുണുവാവയ്ക്കും അതുപോലെ തന്നെ ഈ പറയുന്ന ഈ ഓൺ പോയിന്റ് എന്ന് പറയുന്ന വ്യക്തികൾക്കും പ്രിയ എന്ന് പറയുന്നവർക്കും ഒക്കെ ഈ ട്രോളുമ്പം അതിനകത്തുനിന്ന് കുറച്ച് എന്തായാലും അവരുടെ ഫേസ്ബുക്കിൽ പോയി നോക്കും, എന്താണ് സംഭവം നോക്കും, ഫോളോവർ വരും, ഒക്കെ ചെയ്യും. അപ്പൊ ഇതൊന്നും മനസ്സിലാക്കാൻ കഴിവില്ല. ഞാൻ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പൊ ഫാസിലിപ്പോ എന്തായാലും പ്രിയയുടെ കുറെ വീഡിയോ ഉണ്ടായിരുന്നത് മുഴുവൻ ഡിലീറ്റ് ആക്കി കളഞ്ഞിട്ടുണ്ട്. എന്തായാലും ഡിലീറ്റ് ആക്കി കളഞ്ഞതോടുകൂടി എന്തായെന്നറിയാം, അമ്മായിക്ക് ഒരു ഷെയറും ഇല്ല, ലൈക്കും ഇല്ല, ഒരു കുന്തവും ഇല്ല. ഇനിയിപ്പൊ ആകെപ്പാടെ ഉള്ളത് കുണുവാവയാണ്. കുണുവാവിന്റെ 2 കമന്റ് ഇട്ടതുകൊണ്ടൊന്നും ആവില്ല. ചിലർ പറയും കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് റീച്ച് കിട്ടും. ഒന്നുമില്ല, മനസ്സ് വിചാരിക്കണം ആൾക്കാർ. അപ്പൊ മനസ്സ് വിചാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മനസ്സുള്ളവർക്കാണ് ദൈവം അറിഞ്ഞ് കൊടുക്കത്തുള്ളൂ. അപ്പോ എറിയാനറിയുന്നവന്റെ അടുത്ത് വടി കൊടുക്കുമെന്ന് പറയുന്ന കേട്ടിട്ടുണ്ടോ? അതുപോലെ അത്രയേ ഉള്ളൂ കാര്യം. അപ്പൊ ഇപ്പൊ ഇനി എന്ത് എന്നുള്ള രീതിയിലാണ് ഇപ്പൊ ഓൺ പോയിന്റ് ഇരിക്കുന്നത് പ്രിയ. ഇനി ഞാൻ എന്താ ചെയ്യാ? പറയേണ്ടതൊക്കെ പറഞ്ഞു, കൊടുക്കേണ്ടതൊക്കെ കൊടുത്തു, കേസൊക്കെ കൊടുക്കേണ്ടവിടെ കൊടുത്തിട്ട് ഇപ്പൊ എന്തായി? വെറുപ്പിച്ച് കഴിഞ്ഞിട്ട് ഇനി വരുമോ? ഇവള് ഇടയ്ക്ക് ബ്ലോക്ക് ചെയ്തിട്ട് പോകും, ഇടയ്ക്ക് വരും, ഇടയ്ക്ക് ബ്ലോക്ക് ഇനി ഫാസലിന്റെ അടുത്ത് വരുമോ? എനിക്ക് തോന്നണില്ല. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഇനി ഒരു കൂടിക്കാഴ്ച ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇനി ഒരു ചാറ്റിംഗ് ആയിട്ട് അന്നത്തോടുകൂടി ഈ ഫാസിലി എന്ന് പറയുന്ന വ്യക്തിനെ ഞാൻ ബ്ലോക്ക് ചെയ്തിട്ട് ഞാൻ പോകും. എന്റെ പാട് നോക്കിപ്പോ ഉള്ള കാര്യം ഓപ്പൺ ആയിട്ട് ഞാൻ പറയുവാണ്.